ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടന്നേക്കും. അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ന് ഇസ്ലാമാബാദിലേക്ക് പോകുന്നത് സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിലെത്തി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഫ്ലോറിഡയിലെ ഓർലാൻഡോയിൽ നിന്ന് മധു കൊട്ടാരക്കര ചെയ്യുന്നു. മധുയുടെ ഗുഡ് മോർണിംഗ്. ബാക്കിൽ എന്തോ കാണുന്നത്? ബാക്കിൽ സിൻഡർല കാസിൽ പോലെ തോന്നുന്നില്ല. സിൻഡർല കാസിൽ തന്നെയാണോ? അതിന്റെ എന്തോ മോഡലാണോ? ഡിസ്നി വേൾഡ് റിസോർട്ടിലാണ് നിൽക്കുന്നത്. അവിടെ പോട്ടെ, വേറെ ഒന്നിലും കയറിയില്ലേലും പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ റൈഡിൽ കയറണം. ഇത് കാശ്മീർ കൃഷ്ണ, ഇത് ഒറിജിനൽ സിൻഡർല കാസിലാണ് ഞാൻ നിൽക്കുന്നത്. ഒർലാൻഡോയിലെ ഡിസ്നി വേൾഡിലാണ്. ഏതാണ്ട് 189 അടി ഉയരമുള്ളതാണ് ഈ കാസിൽ. 1950 സിൻഡർല സിനിമയുടെ ആവേശത്തിൽ നിന്ന് വാൾട്ട് ഡിസ്നി ഉണ്ടാക്കിയതാണ് ഇത് ഏതാണ്ട് ഒരു 25,000 ഏക്കർ ഭൂമിയാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യമായി നടന്ന ഭൂമി കച്ചവടം ഇതാണ്. കാലിഫോർണിയയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതീവ രഹസ്യമായിട്ട് ചതുപ്പ് നിലമായിരുന്നു ഭൂരിഭാഗം. അതും അങ്ങനെ വാൾട്ട് ഡിസ്നി ഒന്നൊന്നായിട്ട് വാങ്ങിച്ചെടുത്ത് അത് ഒറ്റ പ്രോജക്റ്റായിട്ട് മാറ്റുമായിരുന്നു. അതുമാത്രമല്ല, അമേരിക്കയിൽ ആദ്യമായിട്ട് സ്വയം ഭരണം അനുവദിച്ചു കൊടുത്ത ഒരു സ്ഥലവും കൂടിയായിരുന്നു ഇത് തുടങ്ങുമ്പോൾ. അതായത് ഇവർക്ക് സ്വന്തമായിട്ട് സിറ്റി ഹാളും അതുപോലെ അവരുടെ ഫയർ സ്റ്റേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്നി തന്നെ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ ഒരു സംഭവം ഒരുപക്ഷെ അമേരിക്കയില് ഈ ഡിസ്നി വേൾഡ് ആണ്. തീർച്ചയായിട്ടും പറ്റുന്ന ആൾക്കാരെല്ലാം ഡിസ്നി വേൾഡ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണം. ഇതിനോട് ചേർന്ന് ഒർലാൻഡോയിലെ അവരുടെ യൂണിവേഴ്സൽ മൂവിയുടെ അവരുടെ വലിയൊരു പ്രോജക്റ്റും ഉണ്ട്. നമ്മളെ സിനിമകൾ, ഹോളിവുഡ് മൂവിയിലൊക്കെ പല സിനിമകളും ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കൂടെ അവിടാണ്. നമ്മൾ വിഷയം മാറിപ്പോയി. അല്ല ചേട്ടാ, ഇറാൻ, അമേരിക്ക, ഇറാൻ, ഇസ്ലാമാബാദിൽ അവര് പോകുന്നു, ഇവര് പോകുന്നു, അതിനെ പറ്റി പറ. മാത്രമല്ല JD വാൻസ് വരുന്നില്ല. മരുമകനായ ജറാദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും വരുന്നുണ്ട്. അബ്ബാസ് അരാഗ്ചി എത്തിക്കഴിഞ്ഞു. എന്താണ് മൊത്തത്തിൽ നടക്കുന്നത്? വല്ലതും നടക്കുമോ? വാർത്തയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കത്തക്ക രീതിയിലുള്ള ചില പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്. അത്തരമൊരു ചർച്ചകൾക്ക് വീണ്ടും വേദി ഒരുങ്ങുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അവരുടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇതിനോടകം തന്നെ പാകിസ്ഥാനിലെത്തി. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പക്ഷേ ഇറാൻ ഒരു ഔദ്യോഗിക ചർച്ചകളെ പറ്റി ഇതുവരെയും ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. അവർ പറയുന്നത് അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഈ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ നെഗോഷിയേറ്റേഴ്സിനെ അറിയിക്കും. അതേസമയം വൈറ്റ് ഹൌസിന്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇത്തരം ചർച്ചകളുണ്ട്. ജാരഡ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും അവിടെ എത്തുന്നതായിരിക്കും. അതേസമയം JD വാൻസും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരിക്കും. ഒരു ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശുഭപ്രതീക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇരുവരും പാകിസ്ഥാനിലേക്ക് പോകൂ. അതുമാത്രമല്ല, ഈ ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം തുടരുമെന്നും ഇത് കൂടാതെ റഷ്യൻ എണ്ണയ്ക്കും അതുപോലെ ഇറാനിയൻ എണ്ണയ്ക്കും ഇപ്പോൾ നൽകിയിരിക്കുന്ന ചില ഇളവുകൾ നീട്ടിക്കൊടുക്കില്ല എന്ന് വാണിജ്യ സെക്രട്ടറി സ്കോട്ട് ബസന്ത് പറഞ്ഞിട്ടുമുണ്ട്. കാശ്മീർ കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.